ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. സൂര്യവംശത്തിലെ അതിപ്രശസ്തനായ ഒരു രാജാവായിരുന്നു ഹരിശ്ചന്ദ്ര മഹാരാജാവ്. അദ്ദേഹത്തിൻ്റെ കഥയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ രാമായണ മാസത്തിൽ രാമനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇങ്ങനെയുള്ള രാജാക്കന്മാരുടെ എല്ലാവരുടെയും കഥകൾ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. ഇദ്ദേഹം ശ്രീരാമചന്ദ്രൻ്റെ പൂർവികരിൽ ഒരാളാണ്. സൂര്യവംശത്തിലെ ഒരു രാജാവായിരുന്നു ഹരിബീജൻ. ഹരിബീജൻ്റെ പുത്രനായിട്ടാണ് ഹരിശ്ചന്ദ്രൻ ജനിച്ചത്. അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഹരിശ്ചന്ദ്രൻ രാജ്യഭാരമേറ്റു പ്രജകളെ പുത്രന്മാരെ പോലെ പരിപാലിച്ചു. സോമദത്തൻ്റെ മകളായ ശൈബിയെ വിവാഹം കഴിച്ചു. ആ സുന്ദരിയുമൊത്ത് ഉല്ലാസപൂർവം ജീവിച്ചു. രുഹീദാസ് എന്ന ഒരു പുത്രനും ഉണ്ടായി. ഹരിശ്ചന്ദ്ര മഹാരാജാവിൻ്റെ കീർത്തി ഇന്ദ്രലോകത്തിലും നിറഞ്ഞു. ഒരിക്കൽ ഇന്ദ്രസദസ്സിൽ നൃത്തം നടക്കുന്നു. 5 യുവതികൾ നൃത്തം ചെയ്യുകയാണ്. അപ്സരസുകളാണ്. അവർ നൃത്തം ചെയ്യുകയാണ്. ആഹ്ലാദം അലയടിച്ചു. ഒരു ക്ഷണം താളം തെറ്റി നൃത്തം നിലച്ചു. ഇന്ദ്രന് കോപമുണ്ടായി. നർത്തകികളെ ശപിച്ചു. നിങ്ങൾ 5 പേരും വിശ്വാമിത്ര മഹർഷിയുടെ തപോവനത്തിൽ ദാസികളായി ഭവിക്കട്ടെ. അവർ ഇന്ദ്രൻ്റെ കാൽക്കൽ വീണു. കരഞ്ഞുകൊണ്ട് ചോദിച്ചു, ഞങ്ങൾക്ക് എന്നാണ് പാപമോചനം ലഭിക്കുന്നത്? ഇന്ദ്രൻ പറഞ്ഞു, ബന്ദികളായി തപോവനത്തിൽ കഴിയുക. ഹരിശ്ചന്ദ്ര മഹാരാജാവിൻ്റെ സ്പർശനം കൊണ്ട് പാപത്തിൽ നിന്നും മോചനം കിട്ടും. ആ സുന്ദരികൾ വിശ്വാമിത്ര മഹർഷിയുടെ തപോവനത്തിലെത്തി പൂക്കൾ പറിച്ചുകൊണ്ട് പോവുക ഒരു പതിവാക്കി. ഒരിക്കൽ വിശ്വാമിത്ര മഹർഷി ശിഷ്യരോടൊത്ത് തപോവനത്തിലെത്തി. അവിടെ അദ്ദേഹത്തിൻ്റെ ഉദ്യാനം ആരോ നശിപ്പിച്ചിട്ടിരിക്കുന്നത് മഹർഷി കാണുകയും മഹർഷി വളരെയധികം കോപിക്കുകയും ചെയ്തു. ഇതാരാണ് ഇങ്ങനെ ചെയ്തത്? അവരിനി വരുമ്പോൾ വള്ളിച്ചെടികൾ കൊണ്ട് അവരെ ബന്ധിപ്പിക്കുക എന്ന് പറഞ്ഞു. മഹർഷി പോയി കഴിഞ്ഞപ്പോൾ പതിവ് പോലെ ദേവസുന്ദരികൾ പൂവിർക്കാനെത്തി. വിശ്വാമിത്രൻ പറഞ്ഞതുപോലെ വള്ളിച്ചെടികൾ കൊണ്ട് അവരെ ബന്ധനസ്ഥരാക്കി. മഹർഷി തിരിച്ചു വന്നപ്പോൾ ഇവരെ കാണുകയും അവരെ അവിടെ ബന്ധികളാക്കുകയും ചെയ്തു. ഒരിക്കൽ ഹരിശ്ചന്ദ്ര മഹാരാജാവ് നായാട്ടിനായി അവിടെ എത്തി. നായാട്ട മൃഗങ്ങളെ ഒന്നും കാണാഞ്ഞ് പലയിടത്തും അലഞ്ഞ് ഒടുവിൽ ഒരു മരച്ചോട്ടിൽ വന്നിരുന്നു. അത് വിശ്വാമിത്ര മഹർഷിയുടെ തപോവനത്തിലായിരുന്നു. അപ്പോൾ സ്ത്രീകളുടെ കരച്ചിൽ കേട്ടു. അദ്ദേഹം വന്ന് തൊട്ടപ്പോൾ 5 പേർക്കും ശാപത്തിൽ നിന്നും മോചനം ലഭിച്ചു. ഹരിശ്ചന്ദ്ര മഹാരാജാവ് അനുജരോടൊത്ത് രാജധാനിയിലേക്ക് ചെന്നു. പിറ്റേന്നും പ്രഭാതത്തിൽ പതിവ് പോലെ വിശ്വാമിത്ര മഹർഷി തപോവനത്തിലെത്തി. പക്ഷേ ദേവസുന്ദരികളെ കാണുന്നില്ല. താൻ ബന്ധനത്തിലാക്കിയവരെ ആരാണ് മോചിപ്പിച്ചത് എന്ന് ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തിന് ദിവ്യദൃഷ്ടി കൊണ്ട് രാജാ ഹരിശ്ചന്ദ്രനാണ് സുന്ദരികളെ മോചിപ്പിച്ചതെന്നറിഞ്ഞു. അതീവ കോപത്തോടെ ഹരിശ്ചന്ദ്ര മഹാരാജാവിൻ്റെ രാജധാനിയിലേക്ക് അദ്ദേഹം എത്തി. ഹരിശ്ചന്ദ്ര മഹാരാജാവ് മഹർഷിയെ പീഠം നൽകി സ്വീകരിച്ചിരുത്തി. എൻ്റെ ഭവനം പാവനമായി, ജന്മം സഫലമായി എന്ന് വിനയപൂർവ്വം അറിയിച്ചു. പക്ഷേ മഹർഷി തീ പോലെ കത്തി ജ്വലിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഞാൻ ബന്ധനസ്ഥരാക്കിയ കന്യകളെ എന്തിനാണ് മോചിപ്പിച്ചത് എന്ന് ചോദിച്ചു. ഉടനെ രാജാവ് പറഞ്ഞു, അവരെന്നോട് അപേക്ഷിച്ചതുകൊണ്ടാണ് ഞാൻ അവരെ മോചിപ്പിച്ചതെന്ന് പറഞ്ഞു. അതിന് പ്രായശ്ചിത്തമായി ഞാൻ എന്ത് ദാനമാണ് അങ്ങേക്ക് ചെയ്യേണ്ടത്? ദാനധർമ്മങ്ങളെ കൊണ്ട് ഞാൻ പ്രായശ്ചിത്തം ചെയ്യാമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ വിശ്വാമിത്രന് കോപം വീണ്ടും വന്നു. കാരണം ഒരു അഹങ്കാരത്തോടു കൂടിയാണോ രാജാവ് എന്തും ദാനം ചെയ്യാമെന്ന് പറഞ്ഞത് എന്നോർത്ത് വിശ്വാമിത്ര മഹർഷിക്ക് വീണ്ടും കോപം വന്നു. ഇങ്ങനെയാണ് വിശ്വാമിത്ര മഹർഷി ഹരിശ്ചന്ദ്രനോട് കോപിച്ചതെന്ന് വാൽമീകി രാമായണത്തിൽ പറയുമ്പോൾ മറ്റു പല പുസ്തകങ്ങളിലും വിശ്വാമിത്ര മഹർഷിയുടെ തപസ്സിന് ഹരിശ്ചന്ദ്ര മഹാരാജാവ് ഭംഗം വരുത്തിയതുകൊണ്ടാണ് വിശ്വാമിത്ര മഹർഷിക്ക് കോപം വന്നതെന്നും
ഒരു വിഭാഗം പറയുന്നുണ്ട്. ഈ രണ്ട് രീതിയിലും പറയുന്നുണ്ട്. എന്തു തന്നെയായാലും വിശ്വാമിത്ര മഹർഷിക്ക് രാജാ ഹരിശ്ചന്ദ്രന് മേൽ കോപമുണ്ടായി എന്നുള്ളതാണ് സത്യം. അങ്ങനെ ദാനം ചെയ്യാം എന്ന് പറഞ്ഞതുകൊണ്ട് അതൊരഹങ്കാരമാണോ എന്ന് മഹർഷിക്ക് തോന്നുകയും വിശ്വാമിത്ര മഹർഷി കോപം വിടാതെ വീണ്ടും പറഞ്ഞു, ദാനം ചെയ്യുന്നവനാണെന്ന് ഇത്ര അഹങ്കാരം പാടില്ല. നോക്കട്ടെ എന്താണ് ദാനം ചെയ്യുന്നതെന്ന് നോക്കട്ടെ. ഉടനെ വിശ്വാമിത്ര മഹർഷിയോട് രാജാ ഹരിശ്ചന്ദ്രൻ പറയുകയാണ്, അങ്ങ് ചോദിച്ചോളൂ, എന്ത് വേണമെങ്കിലും ഞാൻ ദാനം ചെയ്യാം എന്ന് പറയുന്നു. ഉടനെ വിശ്വാമിത്ര മഹർഷി പറഞ്ഞു, വെറുതെ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, സത്യം ചെയ്യൂ എന്ന് പറഞ്ഞു. അങ്ങനെ രാജാവ് സത്യം ചെയ്യുകയാണ്. സത്യം സത്യം സത്യം, ഈ സത്യം ലംഘിച്ചാൽ ഞാൻ ജീവൻ വെടിയുമെന്ന് പറയുന്നു. രാജാവ് വരും വരായികളെ പറ്റി ഓർക്കാതെയാണ് സത്യം ചെയ്തത്. വിശ്വാമിത്ര മഹർഷി പറയുന്നു, ദേവന്മാരെ, നിങ്ങൾ കണ്ടല്ലോ, രാജാവ് എന്നോട് സത്യം ചെയ്തിരിക്കുന്നു. രാജാവെ, ദാനം നിശ്ചയിച്ചെങ്കിൽ ഭൂമി എനിക്ക് ദാനമായി തരൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഹരിശ്ചന്ദ്ര മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഭൂമി മുഴുവൻ ദാനം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ശരി, ഇത് മാത്രം പോരാ, ദാനം സ്വീകരിച്ചിരിക്കുന്നു, ഇനി ദാനത്തിൻ്റെ ദക്ഷിണയായി സ്വർണം കൂടി തരണമെന്ന് പറയുന്നു. ദക്ഷിണ നൽകുന്നതിലും മഹാരാജാവ് ഒരു കുറവും വരുത്തിയില്ല. ദാനത്തിൻ്റെ ദക്ഷിണയായി 7 കോടി സ്വർണ്ണ നാണയങ്ങൾ തരാമെന്ന് പറയുന്നു. വൈകരുത്, 7 കോടി സ്വർണ്ണ നാണയം എത്രയും പെട്ടെന്ന് ഏൽപ്പിക്കൂ എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഹരിശ്ചന്ദ്ര മഹാരാജാവ് ഭണ്ഡാരത്തിൽ നിന്നും 7 കോടി സ്വർണം നൽകാനായിട്ട് കൽപ്പന കൊടുത്തു. ദാനത്തിലുള്ള സ്വർണം വേഗം കൊണ്ടുവരൂ. അപ്പോൾ വിശ്വാമിത്ര മഹർഷി ദൃഢസ്വരത്തിൽ ചോദിച്ചു, ഭണ്ഡാരത്തിന് മേൽ അങ്ങേക്ക് എന്താണ് അധികാരം? ഭൂമി മുഴുവൻ എനിക്ക് ദാനം ചെയ്തു കഴിഞ്ഞില്ലേ, പിന്നെങ്ങനെ ഭണ്ഡാരത്തിൽ നിന്നും സ്വർണം അങ്ങേക്ക് കിട്ടും? അപ്പോഴാണ് ഹരിശ്ചന്ദ്ര മഹാരാജാവിനൊരു വലിയ നടുക്കമുണ്ടായത്. താൻ എന്ത് അബദ്ധമാണ് ചെയ്തതെന്ന്. കർമ്മദോഷത്താൽ ഞാൻ തന്നെ എനിക്ക് സർവനാശം വരുത്തിയെന്ന് ചിന്തിച്ചു. പ്രജകളെല്ലാം വിശ്വാമിത്ര മഹർഷിയുടെ മുമ്പിൽ കൈകൂപ്പി രാജാവിന് വേണ്ടി യാചിച്ചു. പക്ഷേ വിശ്വാമിത്ര മഹർഷി ഒരഡു വീണ പോലും വിട്ടുകൊടുത്തില്ല. എന്നിട്ട് വളരെ കർക്കശമായി പറഞ്ഞു, രാജ്യത്തിന് വെളിയിൽ വാരണാസി എന്ന് പറയുന്ന ഒരു നഗരമുണ്ട്, അവിടെ പോയി ജീവിച്ചുകൊള്ളുക. ഹരിശ്ചന്ദ്രനും പത്നി ശൈബിയും മകൻ രുഹിദാസും മൂവരും കൂടി ഉടനെ തന്നെ കാശിവാസത്തിനായി പുറപ്പെട്ടു. അവരെ തടഞ്ഞുകൊണ്ട് മുനി പറഞ്ഞു, രാജാവേ നിൽക്കൂ, എൻ്റെ 7 കോടി സ്വർണ്ണ നാണയങ്ങൾ തന്നിട്ട് പോകൂ എന്ന് പറഞ്ഞു. മഹർഷേ, 7 ദിവസത്തിനകം 7 കോടി സ്വർണം ഞാൻ അങ്ങേക്ക് തരാം. 7-ാം ദിവസം രാജാവിൻ്റെ വഴി തടഞ്ഞുകൊണ്ട് മഹർഷി വീണ്ടും പറഞ്ഞു, എൻ്റെ 7 കോടി സ്വർണം. രാജാവ് ശൈബിയോട് ആലോചിച്ചു, എങ്ങനെ മഹർഷിയുടെ കടം വീട്ടും? ശൈബ്യ പറഞ്ഞു, എന്നെ വിറ്റ് ആ പണം കൊടുക്കൂ. ദാസിയെ വേണോ ദാസി എന്ന് വിളിച്ചു ചോദിച്ചുകൊണ്ട് രാജാവ് വീഥികൾ തോറും നടന്നു. പണ്ഡിതനായ ഒരു ബ്രാഹ്മണന് ദാസിയെ വേണമായിരുന്നു. ദാസിക്ക് എന്ത് വില എന്ന് ആ വിപ്രൻ ചോദിച്ചു. കൃത്യം വിലയെ പറയുന്നുള്ളൂ, 4 കോടി സ്വർണമെന്ന് രാജാവ് പറഞ്ഞു. ബ്രാഹ്മണൻ സമ്മതിച്ചു. പണം കൊടുത്ത് ദാസിയെ വാങ്ങി. അപ്പോൾ മകൻ അമ്മയുടെ വസ്ത്രത്തിൽ പിടിച്ച് അമ്മ പോകരുതേ എന്ന് പറഞ്ഞ് കരഞ്ഞു. അപ്പോൾ കുട്ടിയെ കൂടി കൊണ്ടുവരാനായിട്ട് അനുവാദം ചോദിച്ചു. അപ്പോൾ ബ്രാഹ്മണൻ പറഞ്ഞു, കുട്ടിയെ വേണ്ട, കുട്ടിക്കും കൂടെ ഞാൻ ചോറ് കൊടുക്കണ്ടേ എന്ന് പറഞ്ഞു. ഉടനെ ശൈബ്യ പറഞ്ഞു, വേണ്ട, എൻ്റെ ചോറ് മാത്രം തന്നാൽ മതി, അതിൽ നിന്നും ഞാൻ അവന് കൊടുത്തുകൊള്ളാം. വില കൊടുക്കാതെ അങ്ങേക്ക് ഒരു ദാസനെ കൂടി കിട്ടുമല്ലോ എന്ന് പറഞ്ഞു. ബ്രാഹ്മണൻ സമ്മതിച്ചു. എന്നിട്ട് 3 അരി ദിവസവും തരാമെന്ന് പറഞ്ഞു. ദാസിയെയും ബ്രാഹ്മണൻ കൊണ്ടുപോയി. രാജാവ് കിട്ടിയ സ്വർണം കൊണ്ട് മുനിയുടെ അടുത്തെത്തി. കൊണ്ടുവന്നിരിക്കുന്ന സ്വർണം കുറവാണെന്ന് കണ്ടു. വിശ്വാമിത്രൻ കോപിച്ചു. ബാക്കി സ്വർണം കൂടി ആവശ്യപ്പെട്ടു. രാജാവ് വീഥികൾ തോറും നടന്നു.
വേലക്കാരനെ വേണോ എന്ന് വിളിച്ചു ചോദിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ കേളുവന്ന ഒരാൾക്ക് ഒരു വേലക്കാരനെ വേണമായിരുന്നു. അയാൾ ചോദിച്ചു, താങ്കൾക്ക് എന്തു വില തരണം? രാജാവ് പറഞ്ഞു, ഞാൻ കള്ളം പറയുകയില്ല, 3 കോടി സ്വർണം എനിക്ക് വേണം. കേളു 3 കോടി സ്വർണം വില കൊടുത്ത് വേലക്കാരനെ മേടിച്ചു. ആ സ്വർണം മേടിച്ചുകൊണ്ട് വിശ്വാമിത്രൻ അയോധ്യയിലേക്ക് പോയി. അതിനുശേഷം ആ പണം വിശ്വാമിത്രന് കൊടുത്തു. കേളു ചോദിച്ചു, നിന്റെ പേരെന്താണ്? നീ ആരുടെ മകനാണ്? രാജാവ് മറുപടി പറഞ്ഞു, അച്ഛൻ എനിക്ക് സ്നേഹപൂർവ്വം ഹരിശ്ചന്ദ്രൻ എന്നാണ് പേരിട്ടത്. ചിലപ്പോൾ ഹരി എന്ന് എന്നെ വിളിക്കും, ചിലപ്പോൾ ഹരേ എന്നും വിളിക്കും. കേളു പുതിയ വേലക്കാരനെയും കൊണ്ട് വീട്ടിലേക്ക് പോയി ഹരിദാസൻ എന്ന് പേരിട്ടു. ഹരിദാസൻ കേളുവിനോട് പറഞ്ഞു, എനിക്കൊരു അപേക്ഷയുണ്ട്, എനിക്ക് ഭക്ഷിക്കാൻ ഒരിക്കലും ഉച്ഛിഷ്ടം തരരുത്. കേളു സമ്മതിച്ചു. എന്നിട്ട് പറഞ്ഞു, ഹരിദാസ, വാരണാസിയിൽ ശവം ദഹിപ്പിക്കുന്ന ഒരിടമുണ്ട്. അവിടെ ദഹിപ്പിക്കുന്ന ശവത്തിന് ഓരോന്നിനും 50 കാശു വീതം നീ പിരിച്ചെടുക്കണം എന്ന് പറഞ്ഞു. ദാനപുണ്യങ്ങൾ ചെയ്തു ജീവിച്ചിരുന്ന രാജാ ഹരിശ്ചന്ദ്രൻ അങ്ങനെ ശ്മശാനത്തിലെ ജോലിക്കാരനായി മാറി. എല്ലായിടത്തും ഓടി നടന്ന് പണിയെടുത്തു. ശൈബയും ഇതുപോലെ തന്നെ ബ്രാഹ്മണഗൃഹത്തിൽ ജീവിച്ചു. ബ്രാഹ്മണൻ മുന്നാഴി അരി കൊടുക്കും. രുഹിദാസിന് 3 നേരം ഭക്ഷണം നൽകും. 1 നേരം ശൈബ്യയും കഴിക്കും. ഇതറിഞ്ഞ് ഒരിക്കൽ ബ്രാഹ്മണൻ പറഞ്ഞു, ശൈബ്യേ, നിന്റെ മകൻ പോയി അർച്ചനയ്ക്കുള്ള പൂക്കൾ പറിച്ചു കൊണ്ടുവരട്ടെ. അവന് വേണ്ടിയും കുറച്ചരി ഞാൻ തന്നു തുടങ്ങാം എന്ന് പറഞ്ഞു. ശൈബ്യ അത് സമ്മതിച്ചു. അങ്ങ് പറയുന്നത് പോലെ എൻ്റെ മകൻ ചെയ്തു കൊള്ളുമെന്ന് പറഞ്ഞു. അങ്ങനെ രുഹിദാസൻ വിശ്വാമിത്രൻ്റെ ഉദ്യാനത്തിൽ ചെന്ന് പൂമരക്കൊമ്പുകൾ ഒടിച്ച് പൂക്കൾ പറിച്ചുകൊണ്ട് വന്നു. ഒരു ദിവസം മുനി ഉദ്യാനത്തിൽ വന്നു. ഒടിഞ്ഞ ശാഖകൾ കണ്ട് കോപിച്ചു. മഹർഷി വിചാരിച്ചു, ആരാണ് ഈ ദുഷ്കർമ്മം ചെയ്തത്? ധ്യാനദൃഷ്ടിയിൽ ഹരിശ്ചന്ദ്രപുത്രൻ രുഹിദാസാണ് ഇത് ചെയ്തതെന്നും ശൈബ്യ ബ്രാഹ്മണഗൃഹത്തിലുണ്ടെന്നും കണ്ടു. നാളെ ഇതുപോലെ വന്ന് പൂക്കൾ പറിച്ചാൽ അവൻ്റെ നെഞ്ചത്ത് പാമ്പ് കടിക്കട്ടെ എന്ന് ശപിച്ചു. അന്നുറങ്ങുമ്പോൾ ശൈബ്യ ഒരു ദുസ്വപ്നം കണ്ടു. പിറ്റേന്ന് രാവിലെ സൂര്യകിരണങ്ങൾ പരന്നപ്പോൾ രുഹിദാസൻ പൂക്കൾ ഇറുക്കാനായിട്ട് പോകുന്നു. ആ സമയത്ത് അമ്മ മകനോട് പറഞ്ഞു, ഇന്ന് പൂ പറിക്കാൻ പോകണ്ട, നിന്നെ സർപ്പദർശനം ഏൽക്കും. രുഹിദാസൻ പറഞ്ഞു, പോയില്ലെങ്കിൽ പ്രയാസമാകും. ആ ദുർമുഖ ബ്രാഹ്മണൻ നമുക്ക് ഒരു സ്വൈര്യവും തരില്ല, നമുക്ക് അരിയും തരില്ല. നല്ല മക്കൾ അച്ഛനെയും അമ്മയെയും പരിപാലിക്കും. ഞാൻ അമ്മയുടെ അരിയിൽ പങ്കുപറ്റിക്കൊണ്ട് വെറുതെ കഴിയാൻ ഉദ്ദേശിക്കുന്നില്ല. മകൻ അമ്മ പറഞ്ഞത് കേൾക്കാതെ വനത്തിലേക്ക് പോയി. പിച്ചിയും മന്ദാരവും മല്ലികയും പല നിറത്തിലുള്ള പൂക്കൾ ശേഖരിച്ചു. അതിൽ മനസ്സു ലയിച്ച് നടന്നു. പാരിജാതവും ചെമ്പകവും അശോകവും ഇലഞ്ഞിയും ചെമ്പരത്തിയും തുടങ്ങിയ ധാരാളം പൂക്കൾ, തുളസിയും ഉൾപ്പെടെയുള്ള ധാരാളം പൂക്കൾ പറിച്ചു. ശ്രീഫലം പറിക്കാൻ ശാഖയിൽ പിടിച്ചു. അതിൽ കിടന്ന പാമ്പ് രുഹിദാസിൻ്റെ നെഞ്ചത്ത് തന്നെ കടിച്ചു. മേലാകെ വിഷം പരന്നു. തളർന്നു നിലത്തു വീണു രുഹിദാസൻ. വായിൽ കൂടി രക്തമൊഴുകി. ഉച്ചയായിട്ടും രുഹിദാസനെ കാണാഞ്ഞ് ബ്രാഹ്മണൻ കോപിച്ചു. ഇതുവരെ വന്നില്ല, അർച്ചന ഇനി എങ്ങനെ ചെയ്യും? ശൈബ്യയോട് കോപിച്ചു. പ്രഭോ, ഞാൻ പോയി നോക്കാമെന്ന് ശൈബ്യ പറഞ്ഞു. മകനെ നോക്കുവാനായി ശൈബ്യ വിശ്വാമിത്രൻ്റെ തപോവനത്തിൽ ചെന്നു. അവിടെയെല്ലാം തിരഞ്ഞു. നോക്കിയപ്പോൾ ഒരു മരച്ചുവട്ടിൽ കുമാരൻ മരിച്ചു കിടക്കുന്നു. മകൻ അങ്ങനെ കിടക്കുന്നത് കണ്ട് വെട്ടേറ്റ വാഴ പോലെ ശൈബ്യ നിലംപതിച്ചു. മകനെ മടിയിൽ കിടത്തി വാവിട്ട് കരഞ്ഞു. മകനെ രുഹിദാസ, നീ എങ്ങനെയാണ് ഈ അവസ്ഥയിൽ എത്തിച്ചേർന്നത്? നീ എവിടെ പോയി എന്നൊക്കെ പറഞ്ഞ് കരയാൻ തുടങ്ങി. എന്നിട്ട് ഹരിശ്ചന്ദ്ര മഹാരാജാവിനെയും വിളിച്ച് കരഞ്ഞു. പുത്രനെയും എടുത്തുകൊണ്ട് ശൈബ്യ ബ്രാഹ്മണന്റെ ഗൃഹത്തിലേക്ക് ചെന്നു. മകനെ തോളിൽ കിടത്തി ശൈബ്യ വാവിട്ട് കരഞ്ഞു. എൻ്റെ മകനെ ഞാൻ എങ്ങനെ ജീവിപ്പിക്കും എന്നൊക്കെ ചോദിച്ചു.
ബ്രാഹ്മണൻ തത്വങ്ങൾ ഉപദേശിച്ചു കൊടുത്തു. സർപ്പദംശനമേറ്റ് മകൻ മരിച്ചു. ശവം തോളിലിട്ട് കരഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്ത് കാര്യം? ജനിച്ചാൽ മരിക്കും, മരിച്ചാൽ വീണ്ടും ജനിക്കും. നീ ശവവും കൊണ്ട് വാരണാസിയിലേക്ക് ചെല്ലൂ. വിറകുകൾ പെറുക്കി ചിത കൂട്ടി പതുക്കെ പതുക്കെ അഗ്നി ജ്വലിപ്പിച്ച് നിന്റെ മകൻ്റെ ശവസംസ്കാരം നടത്തൂ എന്ന് പറഞ്ഞു. ശവശരീരവും കൊണ്ട് ശൈബ്യ വാരണാസിയിലെത്തി. കയ്യിലെ ഒരു ഇരുമ്പ് ദണ്ഡുമായി അപ്പോഴേക്കും അവിടേക്ക് ഹരിദാസൻ വന്നു. ഞാനാണ് ശവം ദഹിപ്പിക്കുന്നത്, ഒരു ശവത്തിന് 50 കാശ് വേണമെന്ന് ഹരിദാസൻ പറഞ്ഞു. ഇവർക്ക് രണ്ടുപേർക്കും പരസ്പരം തിരിച്ചറിയാൻ കഴിയാത്തത്രത്തോളം ഇവർ മാറിയിരുന്നു. അതുകൊണ്ട് തന്നെ പരസ്പരം അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇവിടെ ശൈബ്യയുടെ കയ്യിൽ പൈസ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഹരിദാസൻ പണം വേണമെന്ന് നിർബന്ധം പിടിച്ചു. ആ സമയത്ത് ശൈബ്യ ഹരിശ്ചന്ദ്ര മഹാരാജാവിൻ്റെ പേര് പറഞ്ഞ് നിലവിളിച്ചു. അത് കേട്ടപ്പോൾ ഹരിദാസൻ ശൈബ്യയുടെ മുഖത്തേക്ക് തുറിച്ചു നോക്കി. അപ്പോൾ ശൈബ്യയെ കണ്ട് ഹരിശ്ചന്ദ്ര മഹാരാജാവ് തിരിച്ചറിയുകയാണ് ഇത് തൻ്റെ പത്നിയാണ്, മരിച്ചു കിടക്കുന്നത് തൻ്റെ മകനാണ് എന്ന്. അങ്ങനെ താൻ ആരാണെന്ന് ശൈബ്യയ്ക്ക് ഹരിശ്ചന്ദ്ര മഹാരാജാവ് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അത് കേട്ടപ്പോൾ ശൈബ്യ വീണ്ടും നിലവിളിക്കാൻ തുടങ്ങി. ഒരുപാട് ദാനധർമ്മങ്ങളും പുണ്യങ്ങളും ചെയ്ത നമുക്ക് ഈ ഗതി വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് കരയാൻ തുടങ്ങി. അങ്ങനെ ഹരിശ്ചന്ദ്ര മഹാരാജാവിന്, അതായത് ഹരിദാസന്, പണം മേടിക്കാതെ മകനെ ദഹിപ്പിച്ചാൽ തൻ്റെ ഉടമസ്ഥനോട് പറയാൻ വാക്കുകളില്ലാതെ വരും, സത്യത്തിന് ലംഘനമാകും. അതുകൊണ്ട് മരിക്കാനായിട്ട് അവർ 3 പേരും തീരുമാനിക്കുന്നു. ചിതകൾ ഒരുക്കുന്നു 3 പേർക്കുമായി. അപ്പോഴേക്കും യമധർമ്മനും ഇന്ദ്രദേവനുമൊക്കെ അവിടെ പ്രത്യക്ഷപ്പെടുന്നു. എന്നിട്ട് യമധർമ്മൻ പറയുകയാണ്, ഇതൊരു പരീക്ഷണമാണ്, മകനെ ഞാൻ ജീവിപ്പിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ യമധർമ്മൻ മകനെ ജീവിപ്പിക്കുന്നു. അപ്പോഴേക്കും വിശ്വാമിത്ര മഹർഷി അവിടെ എത്തുന്നു. വിശ്വാമിത്ര മഹർഷി അപ്പോഴേക്കും രാജ്യം ഭരിച്ച് ആകെ വലഞ്ഞിരുന്നു. കാരണം രാജ്യം ഭരിക്കാനൊന്നും വിശ്വാമിത്ര മഹർഷിക്ക് അത്ര നിശ്ചയുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് തപസ് ചെയ്യാൻ കഴിയുന്നില്ല, പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, ധ്യാനിക്കാൻ കഴിയുന്നില്ല. ആകെ പ്രശ്നങ്ങൾ. അങ്ങനെ വിശ്വാമിത്ര മഹർഷി അവിടെ എത്തിച്ചേർന്നിട്ട് രാജാ ഹരിശ്ചന്ദ്രന് രാജ്യം തിരിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നു, അങ്ങ് തന്നെ പോയി രാജ്യം ഭരിച്ചുകൊള്ളൂ, എനിക്ക് ഇതിനൊന്നും കഴിവില്ല എന്ന് പറയുന്നു. എന്നിട്ട് രാജ്യഭാരം ഹരിശ്ചന്ദ്ര മഹാരാജാവിന് കൊടുത്തിട്ട് അദ്ദേഹം തപസ് ചെയ്യാനായിട്ട് പോകുന്നു. അങ്ങനെ അവർ 3 പേരും വീണ്ടും അയോധ്യയിലെത്തുകയും വളരെ കാലം രാജ്യം ഭരിക്കുകയും ചെയ്തു. അതിനുശേഷം ഹരിശ്ചന്ദ്ര മഹാരാജാവിനും ഭാര്യയ്ക്കും സ്വർഗത്തിലേക്ക് പോകാനുള്ള അവസരം വരുന്നു. പക്ഷേ ഇദ്ദേഹം പോകുന്നില്ല. കാരണം തൻ്റെ പ്രജകളെയും കൊണ്ട് മാത്രമേ ഞാൻ സ്വർഗത്തിലേക്ക് വരികയുള്ളൂ എന്ന് ഒരു ശാഠ്യം പിടിക്കുന്നു. തൻ്റെ കൂടെ വരാൻ ആരാണോ ആഗ്രഹിക്കുന്നത് അവരെയൊക്കെ ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോകുമെന്നാണ് പറയുന്നത്. അങ്ങനെ കൊണ്ടുപോകാനായിട്ട് ഒരു നിവൃത്തിയും ഇല്ലല്ലോ എന്ന് ഇന്ദ്രദേവൻ പറയുന്നു. നാരായണൻ നാരദരെ വിളിച്ചിട്ട് പറഞ്ഞു, ഹരിശ്ചന്ദ്ര മഹാരാജാവ് അനർഹരെയൊക്കെ കൊണ്ട് വൈകുണ്ഠത്തിലേക്ക് വരുന്നു. അത് ശരിയല്ല, ഇവിടുത്തെ സ്വർഗീയ സ്വസ്ഥതയ്ക്ക് അത് ഭംഗമുണ്ടാക്കും. എത്രയും പെട്ടെന്ന് ഭൂമിയിലേക്ക് പോവുക എന്ന് പറഞ്ഞു. അങ്ങനെ നാരദ മഹർഷി വേഗം ഭൂമിയിലേക്ക് തിരിച്ചു. വീണ മീട്ടിക്കൊണ്ട് ഭൂമിയിലേക്ക് വരുമ്പോൾ രഥത്തിൽ സ്വർഗത്തിലേക്ക് പോകുന്ന ഹരിശ്ചന്ദ്ര മഹാരാജാവിനെ കണ്ടു. പ്രണാമപൂർവ്വം ചോദിച്ചു, രാജാവേ, എന്ത് പുണ്യഫലത്താലാണ് താങ്കൾക്ക് സ്വർഗരാജ്യം ലഭിച്ചത്? പെട്ടെന്ന് തന്നെ രാജാവിൻ്റെ സുബുദ്ധി സാധാരണ മനുഷ്യരെ പോലുള്ള ബുദ്ധിയായി തീർന്നു. എന്നിട്ട് തൻ്റെ പുണ്യങ്ങൾ വിവരിക്കാൻ തുടങ്ങി. താൻ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, മരങ്ങൾ നട്ടു, കുളവും തടാകവും കുഴിപ്പിച്ചു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, വിശ്വാമിത്ര മഹർഷിക്ക് ദാനം നൽകി, ഗുരുദക്ഷിണ നൽകി, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ അവൻ ചെയ്ത വിഷയങ്ങൾ, അതായത് മഹാരാജാവ് ചെയ്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ചു പറയാൻ തുടങ്ങി. അത് അങ്ങനെ പറയുമ്പോൾ
താൻ ചെയ്ത സൽപ്രവൃത്തിയുടെ ഫലം കുറയുമെന്നാണ് പറയുന്നത്. അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ വിമാനം മുകളിലേക്ക് പൊക്കുകൊണ്ടിരുന്ന ആ രഥം താഴേക്ക് താഴ്ന്നു വന്നു. രാജാവിന് വലിയ ദുഃഖം തോന്നി. അതിനെപ്പറ്റി നല്ലതോ ചീത്തയോ എന്ന് പറയാതെ രാജാവ് മിണ്ടാതിരുന്നു. സ്വർഗത്തിലിരുന്നു കൊണ്ട് ദേവന്മാർ ആലോചിച്ചു, ഇനി എന്തു ചെയ്യും? അങ്ങനെ ഹരിശ്ചന്ദ്ര മഹാരാജാവ് ഭൂമിയിലുമല്ല സ്വർഗത്തിലുമല്ലാത്തൊരവസ്ഥയിലേക്ക് മാറി. അങ്ങനെ രാജാവും പരിവാരങ്ങളും മധ്യപദത്തിൽ വർത്തിച്ചുവെന്നാണ് കഥ പറയുന്നത്. പുസ്തകങ്ങളുടെ വ്യാഖ്യാനങ്ങൾക്കനുസരിച്ച് വ്യത്യാസങ്ങളുണ്ടാകാം. ഇങ്ങനെയാണ് വാൽമീകി രാമായണത്തിലും കൃത്തിവാസ രാമായണത്തിലും പറയുന്നത്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും കഥ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ എന്തെങ്കിലും ഒരു പുണ്യപ്രവൃത്തി ചെയ്താൽ അത് 10 പേരോട് വിളിച്ചു പറഞ്ഞാൽ ആ പുണ്യത്തിൻ്റെ ഫലം നഷ്ടപ്പെടുമെന്നാണ് ഈ കഥയിലൂടെ മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ധാരാളം ആളുകൾ അവരവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്താലും അതൊന്നും പുറത്തു പറയാതെ ഇരിക്കുന്നത്. എല്ലാവർക്കും കഥ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. രാമായണ കഥകൾ കേൾക്കുക, ഇതുപോലുള്ള കഥകൾ കേൾക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ മറുപടി തരികയും നിങ്ങളുടെ അഭിപ്രായം പറയുകയും അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുകയും ചെയ്യണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ നമ്മുടെ സെക്കൻഡ് ചാനൽ കൗസ്തുഭം വെജ് ഫുഡ്സ്, അതും കൂടെ എല്ലാവരും ഒന്ന് കണ്ട് അതിലുള്ള ആഹാരപദാർത്ഥങ്ങളൊക്കെ ഉണ്ടാക്കി ഭഗവാന് നൈവേദ്യമായിട്ട് വെക്കാം. അതനുസരിച്ചുള്ള ആഹാരപദാർത്ഥങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും നാമം ചൊല്ലുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.